ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ജയിലറിന് ശേഷം കൈ നിറയെ ഒട്ടനേകം ഓഫേഴ്സാണ് ലാലേട്ടന് തമിഴിൽ നിന്ന് വന്നിരിക്കുന്നത്. പല സിനിമകളും ലാലേട്ടൻ തന്നെ ഉപേക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇപ്പോഴത്തെ തുടർച്ചയായിട്ട് എമ്പുരാനും തുടരും വലിയ വിജയമായതോടെ ഓവർസീസിലടക്കം വലിയ വിജയമായതോടെ വീണ്ടും തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ഒട്ടനേകം കോൾസാണ് ലാലേട്ടനെ തേടിയെത്തുന്നത്. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ശിവകാർത്തികേയൻ സിനിമയുടെ റൂമേഴ്സ് ഉണ്ടായിരുന്നു, അതും ശക്തമായിട്ട് തന്നെ. ഇപ്പോഴത്തെ ഇന്ന് അജിത്തിന്റെ സിനിമയിൽ ലാലേട്ടൻ അഭിനയിക്കുന്നു എന്നൊരു റൂമറാണ് ശക്തമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. അത് ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയ്ക്ക് ശേഷം അതിക് രവിചന്ദ്രൻ അജിത്ത് കൂട്ടുകെട്ടിൽ വരാനിരിക്കുന്ന AK-64 എന്ന സിനിമയിലേക്കുള്ള ലാലേട്ടനുള്ള ക്ഷണമാണ്. നിലവിൽ ചർച്ചകൾ ശക്തമായിട്ട് തന്നെ നടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ശിവകാർത്തികേയന്റെ സിനിമയിൽ ലാലേട്ടൻ അച്ഛൻ വേഷമാണ്. അച്ഛൻ മകൻ ബന്ധത്തിന്റെ കഥ പറയുന്ന സിനിമയാണെങ്കിൽ ഇവിടെ ഫ്രണ്ട്സിന്റെ കഥയാണ് പറയുന്നത് എന്നാണ് റിപ്പോർട്ട്. എന്തായാലും ലാലേട്ടൻ ഓക്കെ പറയുകയാണെങ്കിൽ ലാലേട്ടൻ അജിത്ത് സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം. 2019 മുതൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൂര്യ സിനിമയാണല്ലോ വാടിവാസൽ. അടുത്ത കാലത്ത് സിനിമ ഉപേക്ഷിച്ചു എന്നൊരു റിപ്പോർട്ട് വന്നു. തൊട്ട് പിന്നാലെ തന്നെ വെട്രിമാരൻ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ വഴി സിനിമയുടെ ഷൂട്ടിംഗ് ഉടനെ ആരംഭിക്കുമെന്നൊക്കെ കൺഫേം ചെയ്ത് പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഇന്ന് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം വാടിവാസൽ എന്ന സിനിമയുടെ നിർമ്മാതാവിന്റെ അടുത്ത സിനിമയിൽ സൂര്യ നായകനായി എത്തുന്നു. എന്നാൽ അത് വാടിവാസൽ എന്ന സിനിമയല്ല, മറിച്ച് ജിത്തു മാധവന്റെ സൂര്യ നായകനായി എത്തുന്ന സിനിമയാണ്. ചിത്രം നിർമ്മിക്കുക വാടിവാസലിന്റെ നിർമ്മാതാവാണ്, പ്രൊഡക്ഷൻ ഹൗസാണ് എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ വാടിവാസൽ എവിടെയെന്ന് ചോദിച്ചാൽ വാടിവാസൽ തൽക്കാലം ഉപേക്ഷിച്ചു എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. ഏകദേശം 1.5 വർഷത്തെ ഡേറ്റ് സൂര്യയുടേതായിട്ട് വേണം. എന്നാൽ കങ്കുവിക്ക് 2 വർഷത്തെ ഡേറ്റ് കൊടുത്തതിന്റെ ക്ഷീണം ഇപ്പോഴും മാറാത്തത് കൊണ്ടാകാം വാടിവാസൽ എന്ന സിനിമയിലേക്ക് ഉടനെ സൂര്യ കടക്കില്ല എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. ജിത്തു മാധവൻ സിനിമയുടെ പ്രഖ്യാപനം അടുത്ത മാസം സൂര്യയുടെ ജന്മദിനത്തിൽ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ സൂര്യ വാർത്തകൾക്ക്.